അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തെറ്റിദ്ധരിക്കപ്പെടുന്ന ഇസ്ലാം എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. ലോകത്ത് അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളില് മുസ്ലിങ്ങളോളം ഇസ്ലാമിനോളം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഭാഗം, ഒരു മതം വേറെയില്ല, ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. ഇസ്ലാമിന്റെ ഈ തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ ഇസ്ലാമിനെ പറ്റിയുള്ള ഈ തെറ്റിദ്ധാരണ കേവലം സ്വാഭാവികമായി ഉണ്ടായതല്ല എന്ന് അള്ളാഹു തന്നെ അവന്റെ ഖുർആനിൽ പറയുന്നുണ്ട്. യുദല്ലു ബിഹി കസീറൻ വയഹ്ദീ ബിഹി കസീറ. അള്ളാഹു പറയുകയാണ്, അധികരിച്ച ആളുകൾ ഈ ഇസ്ലാമിനെ സംബന്ധിച്ച് തെറ്റിദ്ധരിച്ചു പോയിട്ട് പഴിച്ചു പോയ ആളുകളുണ്ട്. വയഹ്ദീ ബിഹി കസീറ, ധാരാളം ആളുകൾ ഇസ്ലാമിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ധാരാളം സന്മാർഗം സ്വീകരിച്ച ആളുകളും ഉണ്ട്. അങ്ങനെ ഒരേ സമയം തന്നെ ധാരാളം ആളുകളെ തെറ്റിദ്ധാരണയോടുകൂടെ നിർത്താനും അതിനേക്കാൾ ഉപരി ധാരാളം ആളുകളെ അള്ളാഹുവിന്റെ ദീനായ ഈ സത്യപ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കാനും കഴിയുന്ന ഒരു രണ്ട് മുഖമുള്ള ഒരു മഹത്തായ പ്രസ്ഥാനമാണ് അള്ളാഹുവിന്റെ ഈ മതം എന്ന് അള്ളാഹു തന്നെ അവന്റെ ഖുർആനിൽ വളരെ വ്യക്തമായി സമ്മതിക്കുന്നു. പക്ഷേ അള്ളാഹു അപ്പോൾ തന്നെ പറഞ്ഞു, ഒമാ യുദല്ലു ബിഹി, ഇസ്ലാം എന്നുള്ള ഈ മഹത്തായ പ്രസ്ഥാനം കൊണ്ട് വഴിപിഴച്ചു പോവുകയില്ല, തെറ്റിദ്ധരിച്ചുകൊണ്ട് വഴിപിഴച്ചു പോവുകയില്ല. ആര്? ഫാസിഖീങ്ങളായ ദോഷികൾ, തമ്മാടികൾ ഒഴികെ. തമ്മാടികളും അധർമ്മകാരികളുമായ ആളുകളാണ് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് അകന്നു നിൽക്കുന്നവരും അതിനെ ആക്ഷേപിക്കുന്നവരും എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വളരെയധികം തെറ്റിദ്ധാരണയ്ക്ക് ഇട നൽകുന്ന ഒരു മഹത്തായിരിക്കുന്ന വിഷയം ആണ് അള്ളാഹുവിന്റെ ഈ മതം. കാരണം നമുക്കറിയാം, നാം എല്ലാം അള്ളാഹുവിന്റെ അടിമകളും സൃഷ്ടികളുമാണ്. അടിമകളും സൃഷ്ടികളുമായിരിക്കുന്ന നമുക്ക് അള്ളാഹു വളരെ കുറഞ്ഞ കാര്യം മാത്രമേ നൽകിയിട്ടുള്ളൂ. മനുഷ്യർക്ക് ഞാൻ വളരെ കുറഞ്ഞ അറിവ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് അള്ളാഹു പറയുകയാണ്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വളരെ കുറച്ച് അറിവ് മാത്രമേ മനുഷ്യർക്ക് കൊടുത്തിട്ടുള്ളൂ. ആ വളരെ കുറഞ്ഞ അറിവ് കൊണ്ട് അള്ളാഹുവിന്റെ അപാരമായിരിക്കുന്ന ബുദ്ധിയെ അളക്കാൻ മനുഷ്യരായ നാം മുതിരുന്നതാണ് ഇസ്ലാമിന് നേരെയുള്ള ഈ തെറ്റിദ്ധാരണയുടെ കാരണം. കാരണം അറിയാലോ, ഇസ്ലാം മതം എന്ന് പറഞ്ഞാല് അത് അള്ളാഹുവിന്റെ നിയമമാണ്, അള്ളാഹുവിന്റെ മതമാണ്, അള്ളാഹുവിന്റെ ആജ്ഞയാണ്, അള്ളാഹുവിന്റെ ഇത് മാത്രമാണ് എല്ലാം. അള്ളാഹുവിന്റെ നിയമമല്ലാത്ത, അള്ളാഹുവിന്റെ കൽപ്പനയല്ലാത്ത ഒരു കാര്യം പോലും പരിശുദ്ധമായ ഇസ്ലാം മതത്തിൽ ഇല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്ന ഹദീസുകൾ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് വഹ്യ് ലഭിച്ചിട്ടല്ലാതെ ഞാൻ നിങ്ങളോട് പറയുകയില്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നത് കണ്ടോ, വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യും യൂഹാ. ഞാനൊരു കാര്യം നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ എനിക്ക് ആ കാര്യത്തെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ദിവ്യ സന്ദേശം ലഭിക്കണം. അല്ലാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തമാശ പറഞ്ഞാലും ഏതൊരു കാര്യം പ്രവാചകർ നമ്മളോട് പറഞ്ഞാലും അത് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് വഹ്യ് ലഭിച്ചിട്ടേ പറയൂ. അല്ല സ്വന്തമായിട്ടുള്ള ഒരു കാര്യം പ്രവാചകൻ പറയൂല എന്ന്. അപ്പൊ നോക്ക്, മുഹമ്മദ് നബി പറയുന്നതാവട്ടെ അള്ളാഹു പറയുന്നതാവട്ടെ സത്യത്തിൽ രണ്ടും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ഉള്ളതാണ്. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം 100% അള്ളാഹുവിന്റെ നിയമമാണ്, അള്ളാഹുവിന്റെ കൽപ്പനകളാണ്, അള്ളാഹുവിന്റെ നിരോധങ്ങളാണ്, അള്ളാഹുവിന്റെ നിയമ തത്വ സംഹിതകളാണ്. അള്ളാഹുവിന്റെ നിയമവും അള്ളാഹിന്റെ ബുദ്ധിയും അള്ളാഹിന്റെ കഴിവും അള്ളാഹുവിന്റെ പവറും. ആർക്കാണ് അതിനെ വിമർശിക്കാനും അതിനെ മറികടക്കാനും ഏത് സൃഷ്ടികൾക്കാണ്, ഏത് ഒരുത്തനാണ് സാധിക്കുക? സുഹൃത്തുക്കളെ, സാധ്യമല്ലല്ലോ. അങ്ങനെ സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഇസ്ലാം മതം അള്ളാഹുവിന്റെ മതമായി ലോകാവസാനം വരെ അന്തസ്സോടെ നിലനിൽക്കുന്നത്. അള്ളാഹു തന്ന ഒരു നിയമത്തെ ചോദ്യം ചെയ്യാൻ, അള്ളാഹു പറഞ്ഞൊരു കാര്യത്തെ വിമർശിക്കാൻ മനുഷ്യരായ നമ്മുടെ കേവലം യുക്തിയും ബുദ്ധിയും പോരാ എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്, അള്ളാഹു പഠിപ്പിക്കുന്നത്.
അതിനുള്ള അറിവ് അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ല. എത്രയോ ധാരാളം സംഭവങ്ങൾ നമുക്കതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. പരിശുദ്ധ ഖുർആൻ ഒരു കാലത്ത് പറയുകയും അത് വലിയ വിവാദമായി മാറുകയും പിൽക്കാലത്ത് ഖുർആനിന്റെ പരാമർശങ്ങൾ ശരിവെക്കേണ്ട ഒരു ഗതികേടിലേക്ക് ആധുനിക ശാസ്ത്രവും ലോകമൊക്കെ നീങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. 13 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അള്ളാഹു അവന്റെ മാലാകയായ മലക്കുൽ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് മുഖേനെ അന്ത്യപ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു കൊടുക്കുമ്പോൾ അള്ളാഹു പറയുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖദീറുൽ അസീസിൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽറുജൂനിൽ ഖദീം ലശംസു യംബഗീ ലഹാ അൻ തുദ്രികൽ ഖമറ വലൽ ലൈലു സാബിഖുൻ നഹാർ വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. എന്തൊരായത്താണത്! എന്താ അള്ളാഹു പറയുന്നത്? ഓ മുഹമ്മദ് നബിയെ, നിങ്ങൾ അറിയുക, വശംസു തജ്രീ, സൂര്യൻ നടക്കുന്നുണ്ട്, ചലിക്കുന്നുണ്ട്, വെറുതെ അവിടെ നിൽക്കല്ല. എങ്ങനെ ചലിക്കുന്നു? ലിമുസ്തഖറിൻ ലഹാ, ആ സൂര്യനുള്ള മുസ്തഖർ ഭ്രമണപഥത്തിലൂടെ, അതിന്റെ പ്രത്യേകമായിരിക്കുന്ന റൂട്ടിലൂടെ തന്നെ സൂര്യൻ ചലിക്കുകയാണ്, നടക്കുകയാണ്, വെറുതെ ചലിക്കുകയല്ല. സൂര്യൻ മാത്രമല്ല, വൽ ഖമറ ഖദ്ദർനാഹു മനാസില, ചന്ദ്രൻ എന്ന് പറയുന്ന ഈ ഗ്രഹത്തിന് നാം അതിന് ചലിക്കാൻ വേണ്ടി പ്രത്യേകമായി ചിരിക്കുന്ന റൂട്ടുകൾ സംവിധാനിച്ചിട്ടുണ്ട്. ചന്ദ്രൻ മാത്രമല്ല, വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, എണ്ണിയാൽ ഒടുങ്ങാത്ത ഗ്രഹങ്ങൾ മുഴുവൻ അവക്കുള്ള പ്രത്യേകമായിരിക്കുന്ന പാതകളിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചലിക്കുമ്പോ, സൂര്യനും ചന്ദ്രനും ഭൂമിയും വ്യാഴവും ഒക്കെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോ അത് പരസ്പരം ഒരേ ദിശയിൽ വന്നുകൊണ്ട് കൂട്ടിയിടിക്കലുണ്ടാവുമോ? നമ്മുടെ രാജ്യത്തില് ബസ് ഇടിക്കുന്നത് പോലെ, ട്രെയിൻ ഇടിക്കുന്നത് പോലെ, വാഹനങ്ങൾ പരസ്പരം കൂട്ടിയിടിക്കുന്നത് പോലെ ആക്സിഡന്റ് ഉണ്ടാവുമോ? അള്ളാഹു പറയുന്നുണ്ടാവില്ല. കാരണം സൂര്യൻ ഒരിക്കലും അനുയോജ്യമല്ലാൻ തുതിരിക്കൽ കമർ, ചന്ദ്രനുമായൊരു കൂട്ടിനുണ്ടാവുക എന്നുള്ളത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാവില്ല, അല്ലാഹു പറയുന്നു. മാത്രമല്ല, രാത്രിയുടെ സമയത്ത് പകല് വരിലും ഉണ്ടാവില്ല. ഇവിടെ പകല് സംഭവിക്കേണ്ട ഇടത്ത് പകല് പോയി രാത്രിയാവലുണ്ടാവില്ല. പകല് വരേണ്ട അടുത്ത് പകൽ തന്നെയാ നിൽക്കൂ, രാത്രി വരേണ്ട അടുത്ത് രാത്രി തന്നെയാ നിൽക്കൂ. സൂര്യന്റെ കറക്കിന്റെ ഫലമായി ഒരു സമയത്ത് രാത്രി ഉണ്ടാവേണ്ട അടുത്ത് പകലുണ്ടാവില്ല, പകല് വരേണ്ട സമയത്ത് രാത്രിയും വരില്ല. ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണ്, അള്ളാഹുവിന്റെ അജണ്ടയാണ്, അള്ളാഹുവിന്റെ ബുദ്ധിയാണ്, അള്ളാഹുവിന്റെ കഴിവാണ് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ നേരത്തെ പ്രഖ്യാപിച്ചു. അന്ന് ഖുർആൻ പ്രഖ്യാപിക്കുന്ന കാലത്ത്, സയൻസ് പുരോഗമിക്കാത്തൊരു കാലത്ത്, സൂര്യൻ ചലിക്കുന്നുണ്ട് എന്ന് പറയാൻ ധൈര്യമില്ലാത്ത കാലത്ത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഭൗമശാസ്ത്രം അതിനെ പ്രസവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അധികപ്പറ്റല്ല. അത്രയും അജ്ഞാതമായി കടന്നിരുന്ന ഒരു കാലത്ത് അള്ളാഹു മുഹമ്മദ് നബിയിലൂടെ ലോകത്ത് പഠിപ്പിച്ചു, സൂര്യൻ ചലിക്കുന്നുണ്ട്. അതിനെ വിമർശിച്ച ആളുകളുണ്ട്. അത് മാത്രമാണ് സത്യമെന്നും ലോകം അംഗീകരിക്കേണ്ട ഒരു അവസ്ഥ വന്നുപോയി. കാരണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അള്ളാഹുവിന്റെ തീരുമാനങ്ങളും അള്ളാഹുവിന്റെ ആജ്ഞകളും അള്ളാഹുവിന്റെ നിരോധങ്ങളും ആണ് പരിശുദ്ധ ഖുർആൻ, ഇസ്ലാം മതം. അത് മനുഷ്യരായ നമുക്ക് ചില സമയത്ത് പറയുന്നത് കംപ്ലീറ്റ് ഒരേ ടൈമിൽ ഉൾക്കൊള്ളിക്കൊള്ളുന്നില്ല. ഇപ്പോ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. പരിശുദ്ധ ഖുർആനിന്റെ തുടക്കത്തിൽ പല പല സൂറത്തുകളുടെ തുടക്കത്തിലും പല അക്ഷരം അള്ളാഹു തആല ഉപയോഗിച്ചിട്ടുണ്ട്. സൂറത്തുൽ ബഖറ എന്ന് പറയുന്ന അധ്യായത്തിന്റെ തുടക്കത്തിൽ കാണാം അലിഫ് ലാം മീം എന്ന് 3 അക്ഷരം ഉപയോഗിച്ചതായി കാണാം. എന്താണ് അതിന്റെ അർത്ഥം? ഏത് പണ്ഡിതനോട് നിങ്ങൾ ചോദിച്ചോ അലിഫ് ലാം മീം എന്താ അർത്ഥം, അയാൾക്ക് പറയാനുള്ള അർത്ഥം, അതിന്റെ അർത്ഥം അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്നാണ് അതിന്റെ അർത്ഥം. പല വ്യാഖ്യാനം ചെയ്തവരുണ്ട്. അലിഫ് എന്ന് പറഞ്ഞാൽ അള്ളയാണ്, ലാം എന്ന് പറഞ്ഞാൽ ജിബ്രീലാണ്, മീമി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയിലെ മീമാണ് എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അതൊന്നും അതിന്റെ യഥാർത്ഥമായ അർത്ഥമല്ല. അതിന്റെ യഥാർത്ഥമായിരിക്കുന്ന അർത്ഥം, ലോകത്തിലുള്ള ഭൂരിപക്ഷം ഖുർആൻ വ്യാഖ്യാതാക്കളും പറഞ്ഞ അർത്ഥം, അള്ളാഹു മാത്രമേ ഇതിന്റെ അർത്ഥവും ഉദ്ദേശവും അറിയുകയുള്ളൂ എന്നതാണ്.
സൂറത്തു മറിയമിന്റെ തലക്കൽ അല്ലാഹു പറഞ്ഞു 5 അക്ഷരം. കാഫ് ഹാ യാ ഐൻ സാദ്. കണ്ടോ, 5 അക്ഷരം. എന്തിനാണ് ഈ സൂറത്തുകളുടെ തലക്കൽ അല്ലാഹു അക്ഷരം കൊണ്ടെന്നത്? മറിയം സൂറത്തിന്റെ തലക്കൽ അല്ലാഹു 5 അക്ഷരം കൊണ്ടുവരുന്നു. അൽ-ബഖറ സൂറത്തിന്റെ തലക്കൽ അല്ലാഹു 3 അക്ഷരം കൊണ്ടുവരുന്നു. വേറെ പല സൂറത്തുകളുടെയും തലക്കൽ അല്ലാഹു അക്ഷരങ്ങൾ കൊണ്ട് ഒരു കളി കളിക്കുന്നു. യാസീൻ വൽ ഖുർആനിൽ ഹകീം. അങ്ങനെ ആ സൂറത്തിന്റെ തലക്കൽ അല്ലാഹു 2 അക്ഷരം കൊണ്ടുവരുന്നു. വേറെ ഒരു സൂറത്തിൽ അല്ലാഹു ഖാഫ് ഒരക്ഷരം ഇടുന്നു. അങ്ങനെ സൂറത്തുകളുടെ തലക്കൽ അക്ഷരം കൊണ്ടുവന്ന് ഒരധ്യായം തുടങ്ങുന്നത് ലോകത്ത് വേറെ ഒരു മതഗ്രന്ഥത്തിലും ഇല്ല. വേറെ ഏതെങ്കിലും മതഗ്രന്ഥം പരിശോധിച്ചു നോക്ക്, ഒരക്ഷരം കൊണ്ട് തുടങ്ങുന്ന ഒരധ്യായം ഒരു മതഗ്രന്ഥത്തിലും കാണാൻ സാധ്യമല്ല സഹോദരന്മാരെ. അക്ഷരം കൊണ്ട് തുടങ്ങുന്ന അധ്യായം ഖുർആനിൽ മാത്രമേ ഉള്ളൂ. സത്യത്തിൽ 1400 വർഷം മുമ്പ് പണ്ഡിതന്മാരെഴുതി വെച്ചു. അതിന്റെ അർത്ഥം അള്ളാഹുവിന് മാത്രമേ അറിയൂ. പക്ഷേ 2003 വന്നപ്പോൾ മനുഷ്യരായ നമുക്ക് മനസ്സിലായി അക്ഷരം കൊണ്ട് പലതും ഇവിടെ കളിക്കാനുണ്ട്. ഉദാഹരണം നമുക്കറിയാമല്ലോ, നമ്മുടെ കയ്യിലുള്ള ഇന്റർനെറ്റ് എന്ന് പറയുന്ന അത്യന്താധുനികമായ കണ്ടുപിടുത്തത്തിന്റെ ഉൾക്കാമ്പിലേക്ക് കയറി വരണമെങ്കിൽ അക്ഷരം കൊണ്ടുള്ള ഒരു കളി കളിക്കണം. കണ്ടോ നിങ്ങള്, www 3 ഉപയോഗിക്കാതെ ഇന്റർനെറ്റിലേക്ക് കയറാൻ സാധ്യമല്ല എങ്കില് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു കൊണ്ടുവരുന്ന സൂറത്തുൽ ബഖറ എന്ന് പറഞ്ഞ അധ്യായം, അതിന്റെ മുമ്പിൽ 3 അക്ഷരം കൊടുത്തത് ഇന്റർനെറ്റിന് പാസ്വേഡ് നൽകിയതുപോലെ അല്ലാഹു ഖുർആനാകുന്ന അൽ-ബഖറ സൂറത്താകുന്ന വെബ്സൈറ്റിന് ഒരു സീക്രട്ട് വാചകം തലക്ക വെച്ചു കൊടുത്തതാവാം. അലിഫ് ലാം മീം. 2000 കൊല്ലം 1200 കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു നമുക്ക് അക്ഷരം കൊണ്ടുള്ള ഉപയോഗത്തിന്റെ വിവരമറിയാൻ. എന്ന പോലെ സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിലും ഇസ്ലാമിലും അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാല് ഒരുപക്ഷെ നമ്മുടെ ബുദ്ധിക്ക് കേൾക്കുമ്പോൾ തെറ്റായി തോന്നാം. അവിടുന്ന് എത്രയോ വർഷം കഴിഞ്ഞതിന്റെ ശേഷമോ അത് പിന്നീട് സത്യമായി പുലർന്ന ധാരാളം സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു അവന്റെ ഖുർആനിൽ നമ്മെ അറിയിക്കുന്നത്, ഈ ഖുർആൻ മുഹമ്മദ് നബിയെ നിങ്ങൾക്ക് ഞാൻ ഇറക്കി തന്ന ഈ ഖുർആൻ ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഞാൻ ഇറക്കിയിരുന്നതെങ്കിൽ ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഈ ഖുർആൻ ഞാൻ നിക്ഷേപിച്ചിരുന്നതെങ്കിൽ, ഇറക്കിയിരുന്നതെങ്കിൽ, ഈ ഖുർആനിൽ പറഞ്ഞ ഓരോ വാചകത്തിന്റെയും ഗൗരവം മനസ്സിലാക്കിയതിന്റെ പേരിൽ ലറഅയ്തഹു നിങ്ങൾക്ക് കാണാമായിരുന്നു നബിയെ ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. അള്ളാഹുവിനെ ഭയപ്പെട്ടു പോയതിന്റെ പേരില് ആ പർവ്വതങ്ങൾ 2 കഷ്ടമായി പിളർപ്പായി മാറുന്നത് നിങ്ങൾക്ക് കാണാമായിരുന്നു നബിയേ. അത്ര വലിയ ഗൗരവമുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഖുർആനിൽ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു. നമ്മൾ ദിനേന ഓതിപ്പോണ ഖുർആനിൽ എന്തൊക്കെ ഗൗരവമുള്ള കാര്യങ്ങളാ അല്ലാഹു തആല പറഞ്ഞത്. എത്രത്തോളാണെന്ന് വെച്ചാൽ തെങ്ങിന്റെ തലപ്പിന്റെ മുകളിലുണ്ടാകുന്ന മണ്ടരി വരുന്നതിനെ പറ്റി പോലും അള്ളാഹു ഖുർആനിൽ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കപ്പോ വിശ്വസിക്കില്ലല്ലോ. തെങ്ങിന്റെ തലപ്പിലുണ്ടാകുന്ന മണ്ടരി എന്ന് പറയുന്ന മാരകമായ തെങ്ങിനുണ്ടാകുന്ന ഒരു സൈസ് ട്യൂമർ രോഗം, അതിനെ പറ്റി പോലും അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു. എന്താ പറയുന്നത്? ലൗ നശാഉ, ഓ ജനങ്ങളെ, ഞാൻ ഉദ്ദേശിക്കുകയായിരുന്നുവെങ്കിൽ നിങ്ങളുടെ കൃഷികളെ മൊത്തം ഞാൻ മണ്ടരിയാക്കി നശിപ്പിച്ചു കളയുമെന്ന് ഒരു വാചകം അള്ളാഹു അവന്റെ ഖുർആനിൽ കൊണ്ടുവരികയാണ്. ലൗ നശാഉ ലജഅൽനാഹു ഉജാജാ, അതിനെ ഞാൻ മുഴുവൻ മണ്ടരിയാക്കി ചപ്പാക്കി ചതുപ്പാക്കി കളയുമായിരുന്നു ഞാൻ ഉദ്ദേശിക്കുകയായിരുന്നെങ്കിൽ. അള്ളാഹു പറയുന്നു, അള്ളാഹു ഉദ്ദേശിച്ചു, തെങ്ങിന് മണ്ടരി ഉണ്ടായി. അങ്ങനെ ഏത് കാര്യവും അള്ളാഹു പറയുന്നു അവന്റെ ഖുർആനിലൂടെ.
അവന്റെ പ്രവാചകരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ നാക്കിലൂടെ അല്ലാഹു തആല നമുക്ക് അറിയിപ്പിച്ചു തരുന്നു. പക്ഷേ നമ്മുടെ കേവലം ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് ബുദ്ധിക്ക് തോന്നുന്നതൊക്കെ സ്വീകരിക്കുക, ബുദ്ധിക്ക് തോന്നാത്തതൊക്കെ തള്ളിക്കളയുക എന്നുള്ളത് അള്ളാഹുവിന്റെ നിയമത്തിൽ പാടില്ല. അവിടെയാണ് മനുഷ്യരും ഇസ്ലാമും തെറ്റുപറ്റിപ്പോയിരിക്കുന്നത്. നമ്മുടെ ബുദ്ധി കൊണ്ട് അയറ്റി കുരുക്കിയിട്ട് പറ്റുന്നതൊക്കെ സ്വീകരിക്കുക, അല്ലാത്തൊക്കെ തള്ളിക്കളയ. അത് അള്ളാഹുവിന്റെ നിയമത്തിൽ പാടുള്ളതല്ല, സാധ്യമല്ല. അള്ളാഹുവിന്റെ നിയമം അത് അചഞ്ചലമാണ്, ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. അതിനൊരിക്കലും മാറ്റേണ്ട ആവശ്യം വരുന്നതല്ല. അതേ സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾ, എന്തിനധികം നമ്മുടെ നിയമമായ നമ്മുടെ ഭരണഘടനയായ ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന എത്ര വലിയ ബുദ്ധിമാന്മാരാണ് എഴുതിയുണ്ടാക്കിയത്. ഡോക്ടർ BR അംബേദ്കറും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയും അടക്കമുള്ള ഉന്നതന്മാർ എഴുതിയുണ്ടാക്കിയ ഇന്ത്യൻ ഭരണഘടന 56-ലധികം പ്രാവശ്യം മാറ്റിത്തിരുത്തേണ്ട അവസ്ഥ വന്നുപോയി. അതേ സമയത്ത് ഒരക്ഷരം പോലും പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാത്ത, ഒരധ്യാപകന്റെ ശിക്ഷണത്തിൽ അറിവ് പഠിക്കാത്ത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി ലോകത്ത് പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം അത് തെറ്റാണെന്ന് പറഞ്ഞ് സമർത്ഥിക്കാൻ ലോകത്താർക്കെങ്കിലും കഴിഞ്ഞോ? ഒരു ചെറിയ കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലുണ്ട്. എന്താണ് ഹദീസിലുള്ളത്? ഒരു മനുഷ്യൻ കയറി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മക്കക്കാരനായ ബദുവായ ആദിവാസിയായിരിക്കുന്ന ഒരു മനുഷ്യൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നുകൊണ്ട് ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നതെന്നറിയോ നബിയേ? അംബിയ മുർസലീങ്ങളിൽ പെട്ട ആളുകൾക്കല്ലാതെ ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റൂല. അതുകൊണ്ടങ്ങ് അംബിയ മുർസലീങ്ങളിൽ പെട്ട ആളാണോ എന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഞാൻ ഈ ചോദിച്ച ചോദ്യം ഒരുപാട് ആളുകൾ കുഴങ്ങിപ്പോയ ചോദ്യമാണ്. അള്ളാഹുവിന്റെ റസൂലിനല്ലാതെ ഒരു ആൾക്കും ഇതിന് മറുപടി പറയാൻ പറ്റൂല. അതുകൊണ്ട് താങ്കൾ അള്ളാഹുവിന്റെ റസൂലാണോ അല്ലയോ എന്ന് എനിക്കിപ്പോ മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നീ പറ, എന്താണ് നിന്റെ ചോദ്യം? ചോദ്യകർത്താവായി ആദിവാസി പറയുന്നു, നബിയേ, ഞാൻ ചോദിക്കാൻ പോണത് ജനനത്തെ സംബന്ധിച്ചാണ്, ഉൽപ്പത്തിയെ സംബന്ധിച്ചാണ്. പുരുഷന്റെ ഒരു തുള്ളി ബീജം സ്ത്രീയുടെ അണ്ഡവുമായി ചേരുമ്പോഴാണല്ലോ സന്താനോൽപാദനം നടക്കുന്നത്. അങ്ങനെ ബീജവും സ്ഖലനവുമൊക്കെ നബിയേ, മുഹമ്മദ് നബിയേ, അത് പുരുഷന് മാത്രം ഉള്ളതാണോ അതോ സ്ത്രീക്കുമുണ്ടോ? അതാണ് ചോദ്യം. എന്നാണ് ചോദിക്കുന്നത്. 1400 കൊല്ലം മുമ്പേ ഒരു എക്സ്റേ എടുത്തു നോക്കാൻ പറ്റാത്തൊരു യുഗത്തില്, ഒരു സ്കാനിങ്ങിനെ പറ്റി ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു യുഗത്തില് മുഹമ്മദ് നബിയോട് വന്നിട്ട് ഒരു ആദിവാസി ചോദിക്കുന്നു, പുരുഷന് ബീജമുണ്ട്, ആ ബീജം സ്ത്രീയുടെ ഗർഭപാത്രത്തിന്റെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ വെച്ച് അണ്ഡവുമായി ചേർന്നുകൊണ്ടാണ് ഉൽപ്പത്തി ഉണ്ടാവുന്നത്, സന്താനോൽപാദനം നടക്കുന്നത്. എന്നാൽ മുഹമ്മദ് നബിയേ, പുരുഷനുള്ളതുപോലെ സ്ത്രീക്കും ഇന്ദ്രിയമുണ്ടോ? ഉണ്ടെങ്കിൽ സ്ഖലനമുണ്ടോ? ഒരു ചോദ്യം വളരെ പ്രസക്ത. മുസ്ലിയാര് ഇന്നലെ വായലിന്റെ മുകളിൽ ആകെ സെക്സായിരുന്നു, അങ്ങനെ പറയുന്ന ആളുകളുണ്ടാവും. പക്ഷെ ഇപ്പൊ അതിന് പ്രസക്തി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്നറിയോ? ഇപ്പോ എല്ലാം നമ്മുടെ അടുത്തൊരു വിദ്യാഭ്യാസ പുരോഗതിയുടെ ചർച്ചയിൽ തന്നെ സ്കൂളുകളിൽ 5ാം ക്ലാസ്സിന് മേൽപോട്ട് ഒരു പീരീഡ് ഇപ്പൊ സെക്സ് പഠിപ്പിക്കണം എന്നോടത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷെ എങ്ങനെ പഠിപ്പിക്കും എന്നോടത്ത് നമ്മുടെ അധ്യാപകന്മാർ വീഴ്ച നിൽക്കുക. എങ്ങനെ പഠിപ്പിക്കുക? ലാ തുമ്പ വല വാല, അന്തുല്ല വാലുല്ല നിൽക്കുക. കഴിഞ്ഞ ഈ ഗവൺമെന്റിന്റെ മുമ്പത്തെ ഗവൺമെന്റിന്റെ കാലത്ത് ഇതിനെപ്പറ്റി സജീവമായി നമ്മുടെ PJ ജോസഫ് ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് സജീവമായി ചർച്ച ചെയ്യുകയും അങ്ങനെ കുറച്ച് അധ്യാപകരെ തിരുവനന്തപുരത്ത് വെച്ച് കുറച്ച് 2-3 മാസക്കാലം അവർക്ക് കുറച്ച് ട്രെയിനിങ് ഒക്കെ കൊടുത്തു. ഇത് എങ്ങനെയാ പഠിപ്പിക്കാന്ന് ഒന്ന് റിഹേഴ്സൽ നടത്താൻ വേണ്ടി
ഒരു 100-300 അധ്യാപകർ വന്നു, ഒരു പീരീഡ് ഒന്ന് പഠിപ്പിച്ചു നോക്കി, അതോടുകൂടെ അന്ന് നിർത്തി. കാരണം ക്ലാസ് തുടങ്ങിയത് തന്നെ നമ്മുടെ വിഷയം ഇപ്പോ ലൈംഗിക വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചാണ്. ആദ്യം ഒന്നും അറിയാതിരിക്കണ 5ാം ക്ലാസ്സിലൊക്കെ ഒരു ABCD മനസ്സിലാക്കാതിരിക്കുന്ന കുട്ടികൾക്ക് ആകെ കൺഫ്യൂഷനായി. സാർ എന്താ ഈ ലൈംഗിക വിദ്യാഭ്യാസം? അങ്ങനെ അങ്ങ് മലയാളത്തിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവണല്ലോ, ഒന്ന് വിശദീകരിക്കണം പറഞ്ഞു. വിശദീകരിച്ച് പിന്നെ വിശദീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തി. അതോടുകൂടെ സംഗതി സ്റ്റോപ്പാക്കി. ഞാൻ പറയാനുള്ള കാരണം, ഈ ഇടമറുകി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നല്ലോ, യുക്തിവാദി, കേരള ശബ്ദത്തിന്റെ ഒക്കെ എഡിറ്റോറിയൽ ബോർഡിലുള്ള ഡൽഹി കറസ്പോണ്ടന്റായ ഡോക്ടർ ജോസഫ് ഇടമറുക്. അയാൾ ഒരു സമയത്ത് പറയണ്ടായി, ഈ മദ്രസയിലൊക്കെ തനി സെക്സാ പഠിപ്പിക്കണമെന്ന്. കാരണം എന്താണെന്ന് അറിയും, പ്രായപൂർത്തിയാകുന്നതിന്റെ അടയാളങ്ങൾ നമ്മുടെ ഫിഖയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ആൺകുട്ടിക്ക് പ്രായപൂർത്തിയാവൽ എപ്പോഴാണ്, ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായി എന്നറിയൽ എപ്പോഴാണ് എന്നൊക്കെ വളരെ വിശദമായി നമ്മുടെ മദ്രസയിൽ നമ്മുടെ ഉസ്താദുമാർ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. 16ഉം 17ഉം വയസ്സായ പെൺകുട്ടികളുടെ മുഖത്ത് നോക്കി നമ്മുടെ ഉസ്താദുമാർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാൻ യാതൊരു വിഷയവും വേണ്ട. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ ഒരു 70 കൊല്ലം മുമ്പേ അതിന്റെ ഉസ്താദുമാര് വളരെ ശുദ്ധമായ സ്ഫുടമായ ഭാഷയില്, ആർക്കും വിരോധമില്ലാത്ത, അരോചകം തോന്നാത്ത ഭാഷയില് ആ കാര്യം വളരെ കറക്റ്റായി വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കി. ഇന്നും അത് പഠിപ്പിക്കാം. ഉസ്താദിന് ക്ലാസ് കൊടുക്കുമ്പോൾ ഒരു കുട്ടി മൂക്കത്ത് കൈവെക്കാറില്ല. ഉസ്താദ് ഇതൊക്കെ പറയണത് അങ്ങനെ തോന്നിയിട്ടുമില്ല. അങ്ങനത്തെ ഭാഷയിലല്ല അവിടെ പഠിപ്പിക്കുന്നത്. അപ്പൊ മദ്രസകളിൽ കൂടെ മനുഷ്യനറിയേണ്ട സെക്സ് എന്ന് പറയാൻ കുഴപ്പമില്ലാത്ത രൂപത്തിൽ തന്നെ 70 കൊല്ലം മുമ്പേ നമ്മുടെ പണ്ഡിതന്മാർ ഇവിടെ തുടങ്ങി വെച്ച പദ്ധതി സ്കൂളിൽ ഒരു പിരിവ് പഠിപ്പിച്ച അധ്യാപകന്മാര് ഉത്തരം മുട്ടിയിട്ട് മിണ്ടാട്ടം മുട്ടിപ്പോയിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ പറയാനുള്ള കാരണം, മുസ്ലിയാർ വായതൊരു സെക്സ് പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞു പോകരുത്. കാരണം ഇസ്ലാം മതം വിശാല മതാണ്. അത് പറയുമ്പോൾ വേറെ കാര്യം ഓർമ്മ വരും, അതവിടെ നിൽക്കട്ടെ, അതിലേക്ക് ഞാൻ തിരിച്ചു വരാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അറിയാലോ, 4ാം ഖലീഫ ആരാ? അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബ് കറമല്ലാഹു വജ്ഹഹു. ആ മഹാൻ, അദ്ദേഹത്തിന് ഒരു അസുഖം ഉണ്ടായിരുന്നു, വളരെ ലൈംഗികമായി ബന്ധപ്പെട്ട അസുഖം. ഈ അസുഖം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയണം. പക്ഷെ എങ്ങനെ പറയും? കാരണം മുഹമ്മദ് നബിയുടെ മകളുടെ ഭർത്താവാണ് അലിയാര്. തന്റെ ഭാര്യയുടെ പിതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെന്നിട്ട് ഈ ഒരു ലൈംഗിക സ്പെഷ്യലിസ്റ്റിനോട് ചോദിക്കേണ്ട കാര്യം നബിയോട് ചോദിക്കാൻ വിഷമം തോന്നി. അങ്ങനെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വേറൊരു സ്വഹാബിയെ പറഞ്ഞയച്ച് ചോദിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരമറിഞ്ഞു. അവിടുന്ന് പറഞ്ഞു, അലിയോട് തന്നെ വന്ന് ചോദിക്കാൻ പറയൂ. എന്താണ് ചോദ്യമെന്നോ സഹോദരന്മാരെ? ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന് മൂത്രമൊഴിക്കുന്നതിന്റെ മുമ്പെയായി അല്ലെങ്കിൽ മൂത്രമൊഴിച്ചതിന്റെ ശേഷമായി ശുക്ലം പോലത്തെ ഒരു വസ്തു പുറപ്പെടുന്ന അസുഖമുണ്ടായിരുന്നു. വലിയ മസ്അലയാണത്. കാരണം അത് ബീജമാണെന്ന് അതാ ഉറപ്പിച്ചു കഴിഞ്ഞാൽ കുളിക്കൽ നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇത് പറയാൻ വല്ലാത്ത ലജ്ജ തോന്നി അലിയാർക്ക്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് കാര്യം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അലിയേ, ശക്തമായിരിക്കുന്ന ഭാരം ചുമന്നത് കൊണ്ടോ മറ്റു കാരണം കൊണ്ടോ നിനക്ക് ഇന്ദ്രിയത്തിനോട് സമാനമുള്ള, ബീജത്തിനോട് സമാനമുള്ള ഒരു വസ്തു പുറപ്പെട്ട് കഴിഞ്ഞാൽ അത് ശുക്ലമല്ല, ബീജമല്ല. അതിനറബിയിൽ വദിയെന്നോ മദിയെന്നോ പറയും. ഈ വദിയ് മദി എന്ന് പറയുന്ന 2 സാധനം പുറപ്പെട്ടാൽ കുളിക്കൽ നിർബന്ധമില്ല. അത് വലിയ അശുദ്ധിയല്ല. പക്ഷേ നേരെ മറിച്ച് ആ പുറപ്പെടുന്ന വസ്തു നജസാണ്. അത് കഴുകൽ നിർബന്ധമാണ്. ഇസ്ലാമിന്റെ നിയമപ്രകാരം ഇന്ദ്രിയം, ബീജം നജസല്ല. ഒരു തുള്ളി ബീജം ഒരാളുടെ വസ്ത്രത്തിലായാൽ അത് കഴുകി കളയാതെ നിസ്കരിച്ചാലും നിസ്കാരം സഹീഹാണ്.
അതേ സമയത്ത് നേരത്തെ പറഞ്ഞ മതിയാവട്ടെ അവന്റെ വസ്ത്രത്തിലോ ശരീരത്തിലോ പറ്റിപ്പിടിച്ച് അത് കഴുകാതെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന്റെ നിസ്കാരം സഹീഹല്ല. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നു. മരുമകനോട് എങ്ങനെയാ പറയാ? മരുമകൻ എങ്ങനെയാ അമ്മോശങ്കാക്കാട് ചോദിക്കാ? അതൊന്നും അറിവിന്റെ വിഷയത്തിൽ ഇസ്ലാം മതത്തിൽ ഇല്ല. അപ്പോ പറയുന്നത് മാനുഷികമായി ആവശ്യമുള്ള കാര്യമായതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം മതം നേരത്തെ തന്നെ ആ കാര്യങ്ങളൊക്കെ വളരെ 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 കറക്റ്റായി ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ആദിവാസിയായ മനുഷ്യൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നുകൊണ്ട് ചോദിക്കുന്നു, മുഹമ്മദ് നബിയെ, ഇങ്ങനെ പുരുഷന് ബീജമുണ്ട്, സ്ഖലനമുണ്ട്, അതുപോലെ സ്ത്രീക്ക് ബീജമുണ്ടോ സ്ഖലനമുണ്ടോ? ഒരു ചോദ്യം. മുഹമ്മദ് നബിക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി, എടോ ഇതൊന്നും നമ്മുടെ പരിധി പറഞ്ഞല്ല, നീ വല്ല ഡോക്ടറോട് പോയി ചോദിക്കാൻ, എന്നോട് വല്ല ഖബറിന്റെ കാര്യം ആഖിറത്തിന്റെ കാര്യമൊക്കെ ചോദിച്ചാൽ പോരാ. ഇസ്ലാം മതം സമ്പൂർണ്ണ മതമാണെങ്കിൽ എല്ലാ കാര്യത്തിനും വ്യക്തമായ മറുപടി ഇസ്ലാമിൽ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളോട് ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടി റഫർ ചെയ്തില്ല കേസ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അതിലെന്തിരിക്കുന്നു? പെണ്ണിന് ഇന്ദ്രിയമുണ്ട്, പെണ്ണിന് ബീജമുണ്ട്, ശുക്ലമുണ്ട്, സ്ഖലനമുണ്ട്. എന്നിട്ട് റസൂൽ പറയുന്നു ഒരു ഹദീസില്, അങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരികമായി ബന്ധപ്പെട്ടാൽ അതിലുണ്ടാവുന്ന കുട്ടി ആൺകുട്ടിയാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, പുരുഷന്റെ ബീജം ആദ്യം സ്ത്രീയുടെ ഗർഭപാത്രത്തിലെത്തി എന്നതിന്റെ തെളിവാണത്. നേരെ മറിച്ചൊരു പെണ്ണായി പോയിട്ടുണ്ടെങ്കിൽ സ്ത്രീക്കാണ് ആദ്യം സ്ഖലനമുണ്ടായത് എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. ഇത് വല്ലാത്തൊരു വിമർശനത്തിന് വഴി തെളിയിച്ചു പോയി. കാരണം ഈ അടുത്ത കാലഘട്ടം വരെ നിലവിലുണ്ടായിരുന്ന വിശ്വാസം സ്ത്രീക്ക് സ്ഖലനവും ഇല്ല, ബീജവും ഇല്ല, ശുക്ലവുമില്ല എന്നാണ്. കുട്ടിയുണ്ടാകുന്നതിന് പെണ്ണിന്റെ ബീജത്തിന് ആവശ്യമില്ല എങ്കിലും ബീജമെന്ന് പറയുന്നൊരു സംഗതിയുണ്ട്, സ്ഖലനമെന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് എന്നീ അടുത്ത കാലഘട്ടത്തിലാണ് ശാസ്ത്രജ്ഞന്മാർക്ക് കണ്ടുപിടിക്കാനും അത് സ്ഥിരീകരിക്കാനും സാധിച്ചത്. എന്നാൽ 1300 കൊല്ലം മുമ്പേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ടെസ്റ്റ് നടത്താതെ, ഒരു ലബോറട്ടറിയിലേക്ക് റിസൾട്ടിന് കൊടുക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം അർദ്ധശങ്കക്കിടയില്ലാതെ പറയുന്നു. ഇതിനെ വിമർശിച്ചുകൊണ്ട് പുസ്തകം എഴുതിയൊരു യുക്തിവാദി ഉണ്ടായിരുന്നു, മോറീസ് ബുക്കായി, യൂറോപ്പിലെ പ്രമുഖനായ യുക്തിവാദി. അയാൾ ഒരു പുസ്തകം എഴുതി, മുഹമ്മദ് ദി ഇഡിയറ്റ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ലോകത്തെ നമ്പർ 1 വിഡ്ഢിയാണ് മുഹമ്മദ് നബി എന്നാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. കാരണം ഒന്ന്, അയാൾ പറഞ്ഞത് ഈ സ്ഖലനത്തിന്റെ കാരണമാണ്. സ്ത്രീക്ക് സ്ഖലനം പോയിട്ട് ഇന്ദ്രിയം തന്നെ ഇല്ല, മുഹമ്മദിന് അത് വിവരമില്ലാത്തത് കൊണ്ട് പറഞ്ഞു പോയതാണെന്ന് മോറീസ് ബുക്കായി തന്റെ പുസ്തകത്തിൽ ആവർത്തിച്ചു പറയുന്നു. അങ്ങനെ റസൂലുള്ളാഹിനെ ആക്ഷേപിക്കുന്നു, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു. സഹോദരന്മാരെ, ഇന്ന് ആധുനിക യുഗത്തിന്റെ മുമ്പില് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് അക്ഷരം പ്രതിപുലരുന്നു. മാത്രമല്ല നമ്മുടെ സയന്റിസ്റ്റുമാര് സമ്മതിക്കുന്നു, കുട്ടിയുടെ രൂപസാദൃശ്യത ഉണ്ടാകുന്നതില് സ്ഖലനത്തിന് പങ്കുണ്ട് എന്ന് ശാസ്ത്രജ്ഞന്മാര് പറയുന്നു. കുട്ടി പിതാവിന്റെ രൂപത്തിലാണ് വരുന്നതെങ്കിൽ സ്ഖലനം പിതാവിന്റെ മുൻകടന്നു പോയി എന്നതിന്റെ തെളിവാണത്. കുട്ടി മാതാവിന്റെ രൂപത്തിലാണ് വരുന്നതെങ്കിൽ അത് അതിന്റെ തെളിവാണെന്ന് കൂടി നമ്മുടെ ആധുനിക സയന്റിസ്റ്റുമാര് രേഖപ്പെടുത്തുന്നു. അത് വളരെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പതിറ്റാണ്ടുകൾ, നൂറ്റാണ്ടുകൾ, 1000 വർഷങ്ങൾക്കപ്പുറം പറഞ്ഞു പോയി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അല്ലാഹു തആല ഒരു കാര്യം പറഞ്ഞാല്, അവന്റെ വഹ്യ് കിട്ടുന്ന റസൂലുള്ള ഒരു കാര്യം പറഞ്ഞാല് ചിലപ്പോ 1000, 500, 2000 കൊല്ലം വരെ മനുഷ്യൻ കാത്തിരിക്കേണ്ടി വരുന്നു. കാരണം അല്ലാഹു ഖുർആനിൽ പറയുന്നത്, മനുഷ്യന് ഞാൻ വളരെ 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 കുറഞ്ഞ വിവരം മാത്രമേ നൽകിയിട്ടുള്ളൂ. വളരെ കുറഞ്ഞ കാര്യം മാത്രമേ മനുഷ്യന് ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഇല്ല ഖലീല, വളരെ കുറവ് മാത്രം, വളരെ കുറവ് എന്നാ പറഞ്ഞത് കേട്ടോ സഹോദരന്മാരെ. അപ്പൊ ആദ്യം മനസ്സിലാക്കുക, ഇസ്ലാമിനെ പറ്റി തെറ്റിദ്ധരിക്കപ്പെടുന്നതിന്റെ പിന്നിലുള്ള കാര്യം സത്യത്തില്
അള്ളാഹുവിന്റെ മതമാണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കാത്ത കുഴപ്പമാണ്. നമ്മൾ ആദ്യം അത് മനസ്സിലാക്കണം, അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കണം. മതം എന്ന് പറയുന്ന ഇസ്ലാം ദീൻ സാധാരണ ഒരു മതം പോലെയല്ല. ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഈ മതത്തിന്റെ കിതാബാണല്ലോ പരിശുദ്ധ ഖുർആൻ. ഏത് മതത്തിന്റെ? ഇസ്ലാം മതത്തിന്റെ. തൊട്ടടുത്ത് നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മതം എന്ന് പറയുന്ന ക്രിസ്ത്യൻ മതത്തിന്റെ കിതാബാണ് ബൈബിള് എന്ന് പറയുന്ന ഇഞ്ചീല്. അതുപോലെ ഹൈന്ദവ മതത്തിന്റെ ഒരു ഗ്രന്ഥമാണ് രാമായണം. അങ്ങനെ ഓരോ മതക്കാർക്കും ഓരോ ഗ്രന്ഥങ്ങളുണ്ട്, അല്ലേ? ഈ ഗ്രന്ഥങ്ങളൊക്കെ ആരാണ് ഉണ്ടാക്കിയത് എന്നാണ് അവരുടെ മതം പഠിപ്പിക്കുന്നത്. ക്രിസ്ത്യാനികൾ പഠിപ്പിക്കുന്നത് ബൈബിള് ഇഞ്ചീല് അത് അള്ളാഹു ഇങ്ങോട്ട് നൂലും മറക്കി കൊടുത്തതാണ് എന്ന് ക്രിസ്ത്യാനി വിശ്വസിക്കുന്നില്ല. ചുരുങ്ങിയത് 4 ആൾ കൂടി എഴുതിണ്ടാക്കിയതാണ് ഇപ്പൊ കാണുന്ന ബൈബിള്. മത്തായിയും മാർക്കോസും യോഹന്നാനും ലൂക്കോസും. ഈ 4 പേരിലാണ് 4 പ്രമുഖമായ സുവിശേഷങ്ങൾ രേഖപ്പെട്ട് കിടക്കുന്നത്. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഇത് 4 ആളും മനുഷ്യന്മാരാ. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരും ശിഷ്യന്റെ ശിഷ്യന്മാരും ഒക്കെയാണ്. അതിൽ യേശുക്രിസ്തുവിനെ കണ്ടവരുണ്ട്, കാണാത്തവരുണ്ട്. ഏതോ ആവട്ടെ മനുഷ്യരാണ്. മത്തായി മനുഷ്യനാണ്, ലൂക്കോസ് മനുഷ്യനാണ്, യോഹന്നാൻ മനുഷ്യനാണ്, മാർക്കോസും മനുഷ്യനാണ്. ഭരണബാസ് എന്നുകൊണ്ട് വേറെ സുവിശേഷമുണ്ട്, അയാളും മനുഷ്യൻ തന്നെയാ. അപ്പൊ മനുഷ്യന്മാര് എഴുതിയുണ്ടാക്കിയ ദൈവത്തിന്റെ വചനങ്ങളാണെന്ന് പറഞ്ഞ് മനുഷ്യന്മാര് എഴുതിയുണ്ടാക്കിയ വചനങ്ങൾക്കാണ് ബൈബിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രാമായണം എന്ന് പറയുന്നതിന്റെ ഗ്രന്ഥകർത്താവാരാണ്? അതിന്റെ ഗ്രന്ഥകർത്താവാരാന്ന് ചോദിച്ചാൽ മറുപടിയുണ്ട്. വാൽമീകി മഹർഷിയാണ് രാമായണം എഴുതിയുണ്ടാക്കിയത് എന്ന് നമ്മൾ പറയുന്നതല്ല. നമ്മുടെ സഹോദരന്മാരായ ഹൈന്ദവ സുഹൃത്തുക്കൾ പറയുന്നത് നമ്മൾ അങ്ങ് പറഞ്ഞു പോയതാണ്. എന്നാൽ മുസ്ലിം സമുദായത്തിൽ പല അഭിപ്രായ വ്യത്യാസമുള്ള കക്ഷികളുണ്ട്. നിസ്കരിക്കുമ്പോ കൈ എവിടെ വെക്കണം എന്ന വിഷയത്തിൽ തർക്കം നടക്കുന്നുണ്ട്. നിസ്കാരം എത്ര റക്അത്താണെന്ന വിഷയത്തിൽ തർക്കം നടക്കുന്നുണ്ട്. നിസ്കാരം എത്ര വഖത്താണെന്ന വിഷയത്തിലും തർക്കം നടക്കുന്നുണ്ട്. എന്നാൽ മുസ്ലിം സമുദായത്തിലെ ഒരു കക്ഷിക്കും തർക്കമില്ല. എന്ത്? ഖുർആൻ. അതിന്റെ ഗ്രന്ഥകർത്താവാരാണ്? എല്ലാ കക്ഷികളും പറയുന്നു അതിന്റെ ഗ്രന്ഥകർത്താവ് അല്ലാഹു 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 അല്ലാഹു. ഇന്നാ നഹ്നു നസ്സൽനാ الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ഗ്രന്ഥം ഇറക്കിയത് ഞാനാണ് മുഹമ്മദ് നബിയെ, ഇതിന്റെ സംരക്ഷകനും ഞാനാണ്. അല്ലാതെ മുഹമ്മദ് ആകുന്ന നിങ്ങളല്ല ഖുർആനിന്റെ ഗ്രന്ഥകർത്താവ്. അല്ലാഹു പറയുന്നു ഒരു സ്ഥലത്ത് മാകാന മുഹമ്മദുൻ നബാ അഹദിൻ മിർ റിജാലിക്കും വലാകിർ റസൂലുള്ളാഹി വഖാതിമുൻ നബിയ്യീൻ. മുഹമ്മദ് നബി നിങ്ങൾ വിചാരിച്ചതുപോലെ നിങ്ങളുടെ ആരുടെയും ബാപ്പയല്ല, പിതാവല്ല, രക്ഷകർത്താവല്ല. വലാകിൻ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂല് മാത്രമാണ്. വഖാതിമുൻ നബിയ്യീൻ, അമ്പിയാക്കളിൽ അവസാനത്തെ ആളാണ്. വിശുദ്ധ ഖുർആൻ ആരുണ്ടാക്കി? അല്ലാഹു. സുന്നിയോട് ചോദിച്ചാലും പറയുന്നത് അതാണ്. മുജാഹിദ് സുഹൃത്തുക്കളോട് ചോദിച്ചാലും മറുപടി അതാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ സുഹൃത്തുക്കളോട് ചോദിച്ചാലും മറുപടി അതാണ്. ഏത് കക്ഷിയോട് ചോദിച്ചാലും അവരുടെ മറുപടി വിശുദ്ധ ഖുർആനിന്റെ ഗ്രന്ഥകർത്താവാരാണ്? അല്ലാഹു 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 അല്ലാഹു. മുഹമ്മദ് നബി അല്ല, സിദ്ദീഖുൽ അക്ബർ അല്ല, ഉമർ ബിനുൽ ഖത്താബ് അല്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അല്ല, അലിയാർ അല്ല, മുആവിയ അല്ല, ആയിഷയല്ല, ഫാത്തിമത്തു സഹ്റ അല്ല, അല്ലാഹുവിന്റെ റസൂലല്ല, ഒരു നബിയല്ല, ഒരു മലക്കല്ല, ഒരു ജിന്നല്ല, അല്ലാഹു തന്നെ. അങ്ങനെ അല്ലാഹു ഉണ്ടാക്കിയതാണെന്ന് ലോകത്ത് വിശ്വസിക്കുകയും സമ്മതിക്കുകയും ചെയ്ത ഏകമായ മതഗ്രന്ഥം അത് പരിശുദ്ധ ഖുർആനാകുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സഹോദരന്മാര്, പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ ഭരണഘടനയാണ്, അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങളാണ്, അല്ലാഹുവിന്റെ ആജ്ഞകളാണ്, അല്ലാഹുവിന്റെ നിയമവശങ്ങളാണ്. അതുകൊണ്ട് ഖുർആനോ ഹദീസോ ഒരു കാര്യം നമ്മളോട് പറഞ്ഞാൽ, അല്ലാഹു പറഞ്ഞാൽ, അവന്റെ റസൂല് പറഞ്ഞാൽ, നമ്മുടെ 1.5 ഉറുപ്പിയുടെ ബുദ്ധി കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ബുദ്ധിയെ അളക്കുന്നത് വിവരമല്ലല്ലോ. അത് മനസ്സിലാക്കുക. ചിലപ്പോ
ചിലപ്പോൾ ഖുർആനിൽ പറഞ്ഞ കാര്യം നമുക്ക് എതിരായിട്ട് തോന്നാം, ഹദീസിൽ പറഞ്ഞ കാര്യം നമുക്ക് സ്വീകരിക്കാൻ വിഷമമുള്ളതായിട്ട് തോന്നാം. പക്ഷേ പിന്നീട് അത് മാത്രമാണ് സത്യമെന്നും അതാണ് നിലനിൽപ്പെന്നും വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. പരിശുദ്ധ ഖുർആനില് അല്ലാഹു തആല ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഫൻകിഹു മാ താബലക്കും മിനൻ നിസാഇ മസ്ന വസുലാസ വറുബാ വഇൻ ഖിഫ്തും അല്ലാ തഅദിലു ഫവാഹിദ. അല്ലാഹു ഖുർആനിൽ പറയും, പെണ്ണ് കെട്ടുന്നതിനെ പറ്റി അല്ലാഹു ഖുർആനിൽ പറഞ്ഞ ആയത്താണിത്. ഫൻകിഹു മാ താബലക്കും മിനൻ നിസാഇ മസ്ന വസുലാസ വറുബാ. ഈ ആയത്ത് കണക്കൂട്ടിയിട്ടാണ് പണ്ട് ഇടമറുക് പറഞ്ഞു ഒരു മുസ്ലിമിന് 10-30 പെണ്ണ് കെട്ടാനൊക്കെ ഖുർആനിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞു. എങ്ങനെ? അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് ഫൻകിഹു, നിങ്ങൾ നിക്കാഹ് ചെയ്യൂ, വിവാഹം കഴിക്കൂ. മാ ത്വാബലക്കും മിനൻ നിസാ, സ്ത്രീകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ. മസ്ന, ഈ രണ്ട് 4 ആനാണ് കൂട്ടുമ്പോൾ 4 ആയി. വസുലാസ്, 3 9 4 കൂട്ടിക്കോ. റുബാൽ, പിന്നെ അല്ലാഹു ഖുർആനിൽ പറഞ്ഞു നന്നാല്. റുബാൽ എന്ന് പറഞ്ഞാൽ നന്നാല്. അപ്പൊ നന്നാലും 3 ഈ 2. പിന്നെ എല്ലാവരോടും പറഞ്ഞ 1 കൂട്ടുമ്പോ സമം 30 ആയിട്ടുണ്ടാവും കണക്കൂട്ടിയൊക്കെ. അപ്പൊ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നല്ല സുഖ. കാരണം 30 സ്ത്രീകളെ വെച്ചിട്ട് 1-ാം തീയതി തുടങ്ങിയ 30-ാം തീയതി അങ്ങ് അവസാനിക്കുന്ന ഒരു പര്യടനം. ഇത്ര സുഖമുള്ള ഒരു പദ്ധതി ലോകത്ത് ഏത് മതത്തിലുള്ളത്? മിസ്റ്റർ ഇടമറുകി അന്ന് ശരീഅത്ത് വിമർശന കാലത്ത് തമാശക്കാണെങ്കിലും കളിയാക്കിയിട്ടാണെങ്കിലും ചോദിക്കുകയുണ്ടായി. പക്ഷേ ഈ ഖുർആനിന്റെ ബഹുഭാര്യത്വം വിമർശിച്ച ആളുകള് ഇന്നതിനെ കയ്യിലിട്ട് പൂജിക്കാൻ തയ്യാറായി വന്നിരിക്കുകയാണ്. കാരണം ബഹുഭാര്യത്വമില്ലാതൊരു സമൂഹത്തിന് നിലനിൽക്കാൻ കഴിയില്ല എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ സഹോദരന്മാരെ മനസ്സിലാക്കണം, അല്ലാഹു പറയുന്നു, അങ്ങനെ ഒരു നിർണായകമായ ഘട്ടം നിങ്ങളിൽ സംജാതമായാൽ മസിന 2 വസുലാസ് 3 4 മസിന ഈ 2 വസുലാസ് 3 വറുബാ 4 അങ്ങനെ 4 വരെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാം. പക്ഷേ ഒരു ഉത്തരവാദിത്തമുള്ള മുസ്ലിം ചെയ്യേണ്ടത് എന്താണെന്നോ, വഇൻ ഖിഫ്തും അല്ലാ തഅദിലൂ, ഈ 4 സ്ത്രീകളുടെ ഇടക്ക് നിങ്ങൾക്ക് തുല്യമായ നീതി പുലർത്താൻ കഴിയും എന്ന ബോധമുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അല്ല എങ്കിലോ ഫവാഹിദ, അവിടെ ഒരൊറ്റ വിവാഹം മാത്രമേ പാടുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു. അന്ന് ബഹുഭാര്യത്തെ പരിഹസിച്ചവര് 2-ാം ലോക മഹായുദ്ധം നടന്ന സമയത്ത് പശ്ചിമ ജർമ്മനിയിലും ഇറ്റലിയിലെ വീടിന്റെ പടിക്കല മുമ്പില് സുന്ദരിമാരായ പെണ്ണുങ്ങൾ പോയിട്ട് ബോർഡ് കൊളുത്തി വെച്ചില്ലേ, ഈവനിങ് ഗസ്റ്റുകളെ ആവശ്യമുണ്ട്, വൈകുന്നേര ഭർത്താക്കന്മാരെ വാടകയ്ക്ക് ആവശ്യമുണ്ട്. രാത്രികാലങ്ങളിൽ പുരുഷവേശ്യാലയം സ്ഥാപിക്കുന്നത് പോലെ വാടകയ്ക്ക് ഭർത്താക്കന്മാരെ എടുക്കുന്നൊരു ഗതികേടിലേക്ക് ആധുനിക ലോകം കൂപ്പുകുത്തിയപ്പോഴാണ് പല പാശ്ചാത്യ നാടുകളിലോ 1-ലധികം വിവാഹം കഴിക്കുന്നതിൽ വിരോധമില്ലെന്ന് പറഞ്ഞത്. അത് മാത്രമല്ല, ഇപ്പൊ എവിടം വരെ എത്തി? അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങള് സ്വവർഗ വിവാഹത്തിന് അനുമതി കൊടുത്തിരിക്കുകയാണ്. പുരുഷനുമായിട്ട് വിവാഹം കഴിക്കുന്നതിൽ തെറ്റില്ലത്രേ, സ്ത്രീയുമായി വിവാഹം കഴിക്കുന്നതിൽ തെറ്റില്ലത്രേ. എത്ര അരോചകമായി തോന്നുന്നു ഈ കാര്യങ്ങള്. പുരുഷനുമായി വിവാഹം, സ്ത്രീയുമായിട്ട് വിവാഹം. എന്തിനധികം സ്വവർഗരതിക്കാർക്ക് വേണ്ടി 60ഓളം പാർക്കുകൾ വരെ അമേരിക്കയിൽ ഒരുക്കി വെച്ചിട്ടുണ്ടത്രേ. അത്രയും നാശമായ ഒരു യുഗത്തിലേക്ക് മനുഷ്യൻ നീങ്ങപ്പെടേണ്ട അവസ്ഥ വന്നുപോയി. അന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, 1000 കൊല്ലങ്ങൾക്ക് മുമ്പ്, 1300 വർഷം മുമ്പ് ഖുർആൻ നമ്മളോട് വിളിച്ചു പറഞ്ഞു, നിർണായകമായ ഒരു ഘട്ടം വന്നുപോയാൽ, കൂടുതൽ വിവാഹം ആവശ്യമാകുന്ന അവസ്ഥ വന്നുപോയാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിനുവേണ്ടി ഒരു നിയമം. അല്ലാതെ എല്ലാവരും പെണ്ണ് കെട്ടണം 4 ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കാവാം, നിങ്ങൾക്ക് 4 വിവാഹം വരെ ചില പ്രത്യേക സാഹചര്യത്തിൽ ആവാം. അങ്ങനെ ഒരു ബൈലോ വിശുദ്ധ ഖുർആനിൽ ഉണ്ടായത് കൊണ്ടാണ് 2-ാം ലോക മഹായുദ്ധം പോലത്തെ ഭീകരമായ യുദ്ധങ്ങൾ വരികയും പുരുഷന്മാരുടെ അംഗസംഖ്യ കുറയുകയും സ്ത്രീകളുടെ അംഗസംഖ്യ ഉയരുകയും ചെയ്താൽ ഇവിടെ എന്റെ പ്രിയപ്പെട്ടവരെ ബഹുഭാര്യത്വമല്ലാതെ എന്ത് പോംവഴിയായി ഇവിടെ ആർക്കാ നിർദ്ദേശിക്കാൻ പറ്റുക? പിന്നെ നിർദ്ദേശിക്കാൻ പറ്റും ഏകഭാര്യനെ പാടുള്ളൂ. പിന്നെ വേണ്ടവർക്ക് ഏകഭാര്യനെ നിലനിർത്തിക്കൊണ്ട്
സൈഡ് ബിസിനസ് പിന്നെ നടത്തിക്കോളാം. അത് ഇസ്ലാം അത് അംഗീകരിക്കണില്ല. അത് കർശനമായി ഇസ്ലാം അത് നേരിടുന്നു. അത് വ്യഭിചാരമാണ്. വ്യഭിചാരം പാപമാണ്, അത് നീചമാണ്, ഹീനകൃത്യമാണ്. അതുകൊണ്ട് ഇസ്ലാം മതം വ്യഭിചാരത്തെ കർശനമായിട്ട് നേരിട്ടിട്ടുണ്ട്. ബഹുമാനമുള്ളവരെ, അപ്പൊ പരിശുദ്ധ ഖുർആനിൽ ഒരു കാര്യം അള്ളാഹു പറഞ്ഞാല്, അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാല് ചിലപ്പോ കേൾക്കുമ്പോ നമുക്ക് ആദ്യമൊക്കെ ഒരു വിഷമൊക്കെ തോന്നുമെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നീട് അതാണ് സത്യമെന്ന് ലോകം അംഗീകരിക്കേണ്ടി വരും. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം. സ്ത്രീകളെ പറ്റി ഇസ്ലാം മതം പറഞ്ഞു, പെണ്ണ് എന്ന് പറഞ്ഞാൽ അവളേറ്റവും മുന്തിയ ഘടക. റസൂലുള്ള പെണ്ണിനെ പറ്റി പറഞ്ഞാൽ എന്താണെന്നറിയാം? റസൂലുള്ളാഹിനോട് ചോദിച്ചു, പെണ്ണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതത്തിൽ എങ്ങനെ ചോദിച്ചു? റസൂലുള്ള പറഞ്ഞു, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാക്കും അത്വീബ് വന്നിസാ ഖാല റസൂലുള്ളാഹി. റസൂലുള്ള അങ്ങനെയാ പറഞ്ഞു, നിങ്ങളുടെ ഈ ദുനിയാവ്, നിങ്ങളുടെ ഈ ഭൗതിക ലോകത്ത് നിന്ന് എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത്വീബ്, സുഗന്ധ വസ്തുക്കളാണ് എന്ന് പറഞ്ഞാൽ അത്തർ പോലത്തെ നല്ല മണമുള്ള വസ്തുക്കളാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വന്നിസാ, സ്ത്രീയാണ്. ഒരു സ്ത്രീ ലംബാടനായതുകൊണ്ട് പറഞ്ഞതല്ലാതെ വഇദാ ബുശ്റ അഹദുഹും ബിൽഉൻസാ ലല്ല വജ്ഹഹു മുസ്വദ്ദൻ വഹുവ കദീം. പ്രസവിക്കപ്പെട്ടത് പെണ്ണാണെന്നറിഞ്ഞാൽ മുഖം കറുത്തു പോകുന്ന അറബികള്, അവളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന അറബികള്, അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ടാണ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, നിങ്ങൾ ജീവനോടെ കുഴിച്ചു മൂടുന്ന പെണ്ണുങ്ങളില്ലേ, നിങ്ങൾ പട്ടാപ്പകൽ വേശ്യാലയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്ത്രീകളില്ലേ, ഭാര്യമാരെ പരസ്പരം കൈമാറിക്കൊണ്ട് വ്യഭിചാരം നടത്തുന്ന നിങ്ങൾ നെറികെട്ട വർഗങ്ങളായി തരം താഴ്ത്തപ്പെടുന്ന സ്ത്രീകളില്ലേ, അവൾ എന്നിലേക്ക് സുഗന്ധ വസ്തുവിന്റെ സ്ഥാനത്താണ്. അഷ്റഫുൽ ഖൽഖ് താഹ റസൂലുള്ളാഹി. റസൂലുള്ള പെണ്ണിന് കൊടുത്ത സ്ഥാനം അത്തറിന്റെ സ്ഥാന, സുഗന്ധ വസ്തുവിന്റെ സ്ഥാന. മറ്റു പലരും കൊടുത്തതോ ഒരു മഹർഷിയോട്, മനുമഹർഷിയോട് വന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ കണക്കില് പെണ്ണിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? മനുമഹർഷി പാടി, പിതോരക്ഷിത കൗമാരേ ഭർത്തോരക്ഷിത യൗവനേ പുത്രോരക്ഷിത വാർദ്ധക്യ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. വേദങ്ങൾ ശവിക്കുന്ന ശൂദ്രന്റെ കാതിലീയം ഒഴിക്കണമെന്നുള്ള സേട്ടമാം മനുസ്മൃതി കാട്ടിലേക്കെറിയുവിൻ അല്ലെങ്കിൽ കരിക്കുവീൻ. മനുമഹർഷി പറയാണ്, പിതോരക്ഷിത കൗമാരേ, ചെറുപ്രായത്തിൽ പെണ്ണിനെ നോക്കാൻ പിതാവുണ്ട്, വാപ്പുണ്ട്. ചെറിയ സമയത്ത് കുട്ടിയായിരിക്കുമ്പോൾ പെണ്ണിനെ കയ്യൊക്കെ പിടിച്ചോളം നോക്കാനും പിടിക്കാനൊക്കെ വാപ്പുണ്ട്. ഭർത്തോരക്ഷിത യൗവനേ, യൗവനപ്രായത്തിൽ പെണ്ണിനെ നോക്കാൻ ഭർത്താവുണ്ട്. പുത്രോരക്ഷിത വാർദ്ധക്യ, വാർദ്ധക്യം വന്ന് തലനരച്ച ആരുമാരും നോക്കാനില്ലാത്ത സമയത്ത് അവളെ നോക്കാൻ പുത്രന്മാരുണ്ട്. അതുകൊണ്ട് പാടില്ല സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി, പെണ്ണിന് സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല. ഇനി ഒരു സ്വാതന്ത്ര്യവും പെണ്ണിന് കൊടുക്കാൻ പാടില്ല. ആര് പറയുന്നു? മനുമഹർഷി പറയുന്നു. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും അത്തീബു വന്നിസാ. നിങ്ങളിൽ നിന്ന് സെന്റിന്റെ സ്ഥാനത്ത് എനിക്ക് നിൽക്കുന്ന മറ്റൊരു ഘടകം, അത് നിങ്ങൾ ബഹിഷ്കരിക്കുന്ന ജീവനോടെ കുഴിച്ചു മൂടുന്ന പെണ്ണാണ്. മാത്രമല്ല പെണ്ണിന് സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ലെന്ന് മനു പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞ സ്വാതന്ത്ര്യം നിങ്ങൾ കണ്ടോ? അൽ ജന്നത്തു തഹ്ത അഖദാമിൽ ഉമ്മഹാത്ത്. ഏത് മുസ്ലിയാരാവട്ടെ, തങ്ങളാവട്ടെ, വലിയാവട്ടെ, പോട്ടെ നബി തന്നെയാവട്ടെ, സ്വഹാബാക്കളാവട്ടെ, മാതാവിന്റെ കാലിന്റെ ചുവട്ടിലാണ് മക്കൾക്ക് മുഴുവനുള്ള സ്വർഗം കിടക്കുന്നതെന്ന് ഖാല റസൂലുള്ളാഹി. അറിഞ്ഞൂടെ? ബനീ ഇസ്രായേലിൽ ജീവിച്ചിരുന്ന ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന് ഒരു തെറ്റും ചെയ്യാത്ത പാവപ്പെട്ട മനുഷ്യനായിരുന്നു ജുറൈജ്. ആരാധന അർപ്പിക്കാൻ വേണ്ടി മലമുകളിൽ പോയിക്കൊണ്ട് ഇബാദത്തെടുത്ത ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ നിരവധി തവണ ഉമ്മ കാട്ടിൽ തെരഞ്ഞു ചെന്നു. അവസാനം ജുറൈജ് തങ്ങൾ നിസ്കരിക്കുന്നതിന്റെ തൊട്ടടുത്ത് ചെന്നു. കണ്ണു കാണാത്ത ഉമ്മ വിളിച്ചു പോവി, ആ ജുറൈജ് എന്ന് വിളിക്കുന്നു. മകൻ നിസ്കാരത്തിലായിരുന്നു. മാതാവ് വിളിച്ച സമയത്ത്
സഹോദരന്മാരെ, ഇസ്ലാമിൽ ഒരു നിയമമുണ്ട്, ഒരു മസലയുണ്ട്. സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് മാതാവ് വിളിച്ചാൽ വിളിക്കുത്തരം ചെയ്യാം. സുന്നത്ത് നിസ്കാരത്തിലാണ് നാം കൈകെട്ടിയതെങ്കിൽ മാതാവ് വിളിച്ചുപോയാ വിളിക്കുത്തരം നൽകാമെന്നൊരു മസലയുണ്ട്. അതറിയാത്ത ആളായിരുന്നു ബഹുമാനപ്പെട്ട ജുറൈജ് റളിയല്ലാഹു അൻഹു. നിസ്കാരത്തിന്റെ ഇടയിൽ മാതാവ് വിളിച്ചപ്പോൾ ഒരക്ഷരം മിണ്ടാതെ ജുറൈജ് നിസ്കാരത്തിൽ അങ്ങ് തുടർന്നുപോയി. 3 ദിവസവും തുടർച്ചയായി വിളിച്ചപ്പോ തന്നെയായിരുന്നു അവസ്ഥ. വളരെ വിഷമം തോന്നിയ മാതാവ് ഒരു ശാപം പറഞ്ഞു കൊണ്ടുപോയി, പടച്ചവനെ, ഞാൻ വിളിച്ചിട്ട് നിസ്കാരത്തിലായിക്കൊണ്ട് വിളി കേൾക്കാട്ടെ ഈ മകനെ, ഒരു വേശ്യപ്പെണ്ണിനെ കൊണ്ട് നശിപ്പിച്ച് കളയണേ. ആര് ദ്വാരന്നു പോയി? മാതാവ് ദ്വാരന്നു. ആർക്കെതിരെ ദ്വാരന്നു? അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെതിരെ ദ്വാരന്നു പോയി. ചുരുക്കി പറയട്ടെ, അവസാനം ഒരു സുന്ദരിയായ പെണ്ണൊരു വേളെ ജുറൈജിന്റെ കൂടാരത്തിൽ കടന്നു വന്നു, വ്യഭിചാരത്തിന് പ്രലോഭിച്ചു. ഔലിയാക്കളിൽപ്പെട്ട ജുറൈജ് സമ്മതിക്കല്ല. അവസാനം നിർബന്ധിപ്പിച്ചുകൊണ്ട് ജുറൈജിനെ കടന്നു പിടിച്ചു. അവർ ബഹളം വെച്ച ആളെ കൂട്ടി ഗർഭിണിയാണെന്ന് വിളിച്ചു പറഞ്ഞു. നോക്കുമ്പോ പെണ്ണ് ഗർഭിണി തന്നെയാണ്. പക്ഷേ ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ ഗർഭമല്ലായിരുന്നു. ബഹുമാനപ്പെട്ട ജുറൈജിനെ കള്ളനാക്കാൻ തുടങ്ങി ഈ പെണ്ണ്. അവസാനം അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ജുറൈജ് ഗർഭിണിയായി നിൽക്കുന്ന പെണ്ണിന്റെ വയറിലേക്ക് ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു, ഗർഭപാത്രത്തിന്റെ അകത്ത് കിടക്കുന്ന ചോരക്കുഞ്ഞെ പറ, ആരാണ് നിന്റെ തന്തയെന്ന് പറ. ആ സമയത്ത് ഗർഭപാത്രത്തിന്റെ അകത്തുനിന്ന് കുട്ടി സംസാരിച്ചു പോയി, എന്റെ പിതാവ് ജുറൈജല്ല, എന്റെ പിതാവ് ഈ വനാന്തരത്തിൽ ആടുമേക്കുന്ന ഒരാട്ടിടയനാണ്. ആ ആട്ടിടയനെ പിടിച്ചു വ്യഭിചരിച്ച് എന്റെ ഉമ്മ എന്നെ ഉണ്ടാക്കിയതാണ്. ജുറൈജ് നിരപരാധിയാണെന്ന് ഗർഭപാത്രത്തുനിന്ന് കുട്ടി സംസാരിച്ചു. ഇത്രയധികം പരീക്ഷണത്തിൽ കുടുങ്ങിയതിന്റെ കാരണം മാതാവിന്റെ ദുആക്ക് ഉത്തരം നൽകാത്ത കാരണമാണ്, വിളിക്കുത്തരം നൽകാത്ത കാരണമാണ്. അവസാനം മാതാവിനെ വിളിച്ചുകൊണ്ട് പൊരുത്തപ്പെടിപ്പിച്ചു ദ്വാരപ്പിക്കേണ്ട അവസ്ഥ വന്നുപോയി. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയായിരിക്കുന്ന അൽഖമ റളിയല്ലാഹു അൻഹുവിന്റെ കഥ നമ്മുടെ പാഠപുസ്തകത്തിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്. മരണപ്പെടാൻ പോകുന്ന അൽഖമ റളിയല്ലാഹു അൻഹുവിന് ഷഹാദത്ത് ചൊല്ലിക്കൊടുത്തപ്പോ സ്വഹാബത്തിനോട് പറഞ്ഞു, എനിക്കത് ചൊല്ലാൻ കഴിയുന്നില്ല. ആരാണ് സ്വഹാബി എന്നറിഞ്ഞൂടെ സഹോദരന്മാരെ? ആ സ്വഹാബി കന്നുജൂ ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഖ്തദൈതും ഖാല റസൂലുള്ളാഹി. ഓക്കേ, റസൂലുള്ളാഹി പറയുന്നു, എന്റെ അനുയായികൾ സ്വഹാബാക്കൾ എന്ന് പറഞ്ഞാല് അവർ ആകാശത്തിലുള്ള നക്ഷത്രങ്ങൾക്ക് സമാനങ്ങളാണ്. ഫബിഅയ്യിഹിം, അവരെന്ന് ആരോട്? ഇഖ്തദൈതും, നിങ്ങൾ പിൻപറ്റിയോ, ഇഖ്തദൈതും, നിങ്ങൾ സന്മാർഗത്തിലാണ്. ഉമർ ഇബ്നുൽ ഖത്താബിനെ പിൻപറ്റിയാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്. അബൂബക്കർ സിദ്ദീഖിനെ അനുധാവനം ചെയ്താൽ രക്ഷയുണ്ട്. അങ്ങനെ ഏത് സ്വഹാബിയോട് ആര് പിൻപറ്റിയോ അവർക്കൊക്കെ രക്ഷയുണ്ട്. അങ്ങനെ തന്റെ നക്ഷത്ര തുല്യന്മാരായിരിക്കുന്ന സ്വഹാബാക്കള് അവര് അല്ലാഹു തആല സ്വീകരിച്ചവരാണെന്ന് പറഞ്ഞ് അക്കൂട്ടത്തിൽപ്പെട്ട അൽഖമ റളിയല്ലാഹു അൻഹുവിന് മരണം ഹാദിറായ സമയത്ത് ഷഹാദത്ത് ചൊല്ലിക്കൊടുത്തപ്പോ അൽഖമ പറയുന്നു, ഞാനത് ചൊല്ലൂല, എനിക്കത് ചൊല്ലാൻ കിട്ടുന്നില്ല. വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, അൽഖമക്ക് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ആരെങ്കിലും ഉണ്ടോ? വിവരം കിട്ടിയുണ്ട് നബിയെ. അൽഖമക്ക് വന്ന് വയോധികയായിരിക്കുന്ന ഒരു ഉമ്മയുണ്ട്. മാതാവിനെ ഗൗരവമായി എടുക്കാത്ത ആളായിരുന്നു സ്വഹാബിയായ അൽഖമ. ഭാര്യയ്ക്ക് വലിയ സ്ഥാനം നൽകി മാതാവിനെ തരം താത്തുന്നവളായിരുന്നു അൽഖമ. അതുകൊണ്ട് മാതാവ് അയാളുടെ വീട്ടിൽ നിന്ന് ഒറ്റക്ക് വേറൊരു ഭാഗത്ത് പോയി ഒഴിഞ്ഞ് താമസിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആളെ പറഞ്ഞയച്ചു കൊണ്ടുവന്നില്ലേ. അൽഖമക്ക് മാപ്പ് കൊടുക്കാൻ പറഞ്ഞു. ഉമ്മ പറഞ്ഞു പോയി കൊടുക്കൂല. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, സ്വഹാബത്തിനെ വിളിച്ചിട്ട് കുറച്ചു വിറക് കൊണ്ടുവാ സ്വഹാബാക്കളെ. ഈ ഉമ്മ ചോദിച്ചു, എന്തിനാ നബിയെ വിറക്? നിങ്ങളുടെ മകൻ അൽഖമനെ ജീവനോടെ ഇവിടെ കരിച്ച് കളയാനാ. ഇത് കേട്ടപ്പോ ഉമ്മാടെ മനസ്സ് പടപടച്ചു പോയി. പറഞ്ഞു പോയില്ലേ,
എന്റെ പ്രിയപ്പെട്ട നബിയെ എന്റെ കൺമുന്നിൽ വെച്ചിട്ട് എന്റെ മകനെ കരിക്കുന്നത് എനിക്കിഷ്ടമല്ല, ഞാൻ അൽക്കമക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. ബഹുമാനപ്പെട്ട സ്വഹാബത്ത് രണ്ടാമത് ചെന്ന് നോക്കുമ്പോ അൽക്കമ മരണവേദനയിലാണ്. ഒരു സ്വഹാബി ചൊല്ലിക്കൊടുത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാരും കേക്ക ഉച്ചൈസരം അൽക്കമ പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അൽക്കമ വഫാത്താകുന്നു. മാതാവിന്റെ ഗുരുത്തക്കേട് തട്ടിയത് കൊണ്ട് റസൂലുള്ളാന്റെ സ്വഹാബാക്കളിൽപ്പെട്ട അൽക്കമ റളിയല്ലാഹു അൻഹു വിഷമിച്ചുപോയി. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ജുറൈജ് തങ്ങൾ വിഷമിച്ചുപോയി. റസൂലുള്ള പറയുന്ന ഔലിയാവട്ടെ, കുതുബാവട്ടെ, നബിയാവട്ടെ, സ്വഹാബിയാവട്ടെ, തങ്ങളാവട്ടെ, മുസ്ലിയാരാവട്ടെ, സ്വർഗത്തിൽ കടക്കണോ? അവന്റെ ഉമ്മാടെ കാലിന്റെ അടിയിലാണ്. അവനുള്ള സ്വർഗം മാത്രം അവന് ഗുരുത്വം വാങ്ങണമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒറ്റ കഥ മതി. ലോകത്ത് പെണ്ണിന് ഇസ്ലാം മതം കൊടുത്ത സ്ഥാനം, എന്നിട്ട് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇസ്ലാം മതം പെണ്ണിന് കൊടുത്ത സ്ഥാനം ലോകത്തെ ഏത് മതാ കൊടുത്തത്? മാതാവിന്റെ കാലിന്റെ കീഴിലാ സ്വർഗം. മാതാവാകാത്ത പെണ്ണുണ്ടോ? ഉമ്മയായ, ഇന്ന് സഹോദരിയായവൾ, ഇന്ന് മകളായവൾ, നാളെ മാതാവാണ്, അല്ലേ? അപ്പൊ എല്ലാ മാതാവ് എന്ന് പറഞ്ഞ എല്ലാ പെണ്ണുങ്ങളും ഒന്നായി. മക്കളുടെ സ്വർഗം, പുരുഷന്മാരായ നമ്മുടെ സ്വർഗം, മറ്റ് ഏത് മക്കളാവട്ടെ ആ മക്കളുടെ സ്വർഗം മാതാവിന്റെ കാലിന്റെ അടിയിലാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ഉന്നത സ്ഥാന പെണ്ണിന്റെ കയ്യിലാ ശരിക്ക് സ്വിച്ച് കൊടുക്കുന്നത്. ഇതിലും വലിയൊരു സ്ഥാനം ഇനി ലോകത്ത് ആരാ കൊടുക്കുക? മാത്രമല്ല പെണ്ണിനെ എൻ്റെ അടുത്ത് സുഗന്ധ വസ്തുവിന്റെ സ്ഥാനം നൽകുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. പിന്നെ ആകെ റസൂലുള്ള ഒരു പണി ഇത്. അതെന്റെ പെണ്ണിനോട് പറഞ്ഞു പർദ്ദ ധരിക്കാതെ പുറത്തിറങ്ങി. സത്യ വഖർന ഫീ ബുയൂതികുന്ന വലാ തബർറുജന തബർറുജൽ ജാഹിലിയ്യത്തുൽ ലൂലാ. പെണ്ണ് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം. അനാവശ്യമായ കാര്യത്തിന് വേണ്ടി പെണ്ണ് പുറത്തിറങ്ങരുത്. ആവശ്യത്തിന് ഇറങ്ങാം. അങ്ങനെ ഇറങ്ങുമ്പോ ശരീരം മുഴുവൻ മറക്കുന്ന വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞാൽ തെറ്റാണോ? അതാണ് തെറ്റിപ്പോ, അതാണ് ചർച്ചപ്പോ. മുസ്ലിം സ്ത്രീയെ തൊലിയുരിഞ്ഞ് കാണിച്ചു കൊടുക്കാത്തതിൽ കുറച്ച് ആളുകൾക്ക് വിഷമുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ഉണ്ട്. മുസ്ലിം സ്ത്രീയുടെ തൊലിയുടെ കളർ പ്രദർശിപ്പിച്ച് കാണാത്തതില് ഏതാനും കുറെ ആളുകൾക്ക് വലിയ വിഷമുണ്ട്, മനോവേദനുണ്ട്. ഞങ്ങൾക്കറിയാം. ഞാൻ അത്തരം ആളുകളോടെ പറ്റി ഒന്നും പറയില്ല. എന്റെ സഹോദരിമാരോട് പറയാം, നിങ്ങളൊരു വിവരം ശേഖരിക്കോ. എന്റെ ഉമ്മമാരറിയാൻ വേണ്ടി പറയാണ്. ബലാത്സംഗത്തിലും സ്ത്രീപീഡനങ്ങളും പ്രതിയായ സ്ത്രീകൾ, മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ, നിങ്ങൾ അന്വേഷിച്ചോ അവരേതു വസ്ത്രം ധരിച്ച സ്ത്രീകളായിരുന്നു എന്ന് അറിയണോ? ഒരൊറ്റ പെണ്ണു പർദ്ദ ധരിച്ച പെണ്ണില്ല. പർദ്ദ ധരിച്ച പെണ്ണിന് നേരെ ഇന്നവരെ സ്ത്രീ പീഡനം നടന്നതായി കാണാനില്ല. പർദ്ദ ധരിച്ച പെണ്ണിന് നേരെ ഇന്ന് ഇവരെ മാനഭംഗ ശ്രമം നടത്തുന്നതായി കാണാനില്ല. എന്തേ കാരണം എന്നറിയോ? അന്യ സ്ത്രീയിലേക്ക് ആകർഷണീയതോട് ചെല്ലുന്ന ഈ പുരുഷനറിയാം പർദ്ദ ധരിച്ചു കൊണ്ടുപോകുന്ന പെണ്ണിന്റെ അടയാളം എന്റെ ശരീരം എന്റെ ഭർത്താവിന് മാത്രമുള്ളതാണ്, അല്ലാതെ മറ്റൊരാൾക്ക് അവകാശമുള്ളതല്ല. അത് കാണുന്നത് പോലും നിങ്ങൾക്ക് നിഷിദ്ധമാണ്. അതുകൊണ്ട് എന്റെ അരിത്തേക്ക് വരാൻ പാടില്ല എന്ന പ്രത്യക്ഷമായ സൂചനയാണ് പർദ്ദ. അതുകൊണ്ട് പർദ്ദ പെണ്ണിന്റെ സുരക്ഷിതത്വമാണ്, പർദ്ദ പെണ്ണിന്റെ അഭിമാനമാണ്, പർദ്ദ പെണ്ണിന്റെ ജീവനാണ്, അവന്റെ ജീവൻ പ്രൊട്ടക്ഷനാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് കൽപ്പിക്കുന്നു. അള്ളാഹു നമ്മളോട് പഠിപ്പിക്കുന്നു, റസൂലുള്ള നമ്മളോട് അനുശാസിക്കുന്നു. പർദ്ദനെ കുറ്റം പറഞ്ഞ ആളുകള് ഇപ്പൊ പർദ്ദയിലേക്ക് തിരിച്ചു വരിക. ഇതാണ് ഖുർആൻ പറയുന്നത്, വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്. ഇസ്ലാമിന്റെ നിയമങ്ങളാണ് അള്ളാഹുവിന്റെ നിയമങ്ങള്. അതാണ് നിയമം, അതാണ് സത്യസന്ധത, അതാണ് ലോകം അംഗീകരിക്കുന്നത്. അതിലേക്കാണ് ലോകം ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിലേക്ക് ലോകം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇസ്ലാമിലേക്ക് ലോകം വന്നുകൊണ്ടിരിക്കുകയാണ്.
എന്തൊക്കെ വിമർശനങ്ങൾ ഒരു ഭാഗത്ത് നടക്കട്ടെ, എന്തൊക്കെ ആക്ഷേപങ്ങൾ ഒരു ഭാഗത്ത് സംഭവിക്കട്ടെ, അള്ളാഹുവിന്റെ മതം വളരുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, ഉമ്മമാരെ, യുവാക്കളെ, ഈ മഹത്തായ മതപ്രഭാഷണം വാത് കേൾക്കുന്ന മുഴുവൻ ശ്രോതാക്കളെ, അള്ളാഹുവിന്റെ മതം തളരുകയല്ല. അതുകൊണ്ട് ഈ വൈകിപ്പോയ സമയത്ത് എനിക്ക് എൻ്റെ യുവാക്കളോട് പറയാനുണ്ട്, ഉമ്മമാരോട്, രക്ഷിതാക്കളോട് പറയാനുള്ളത്, തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഈ മതം, അള്ളാഹുവിൻ്റെ ദീനാകുന്ന പരിശുദ്ധ ഇസ്ലാം, അതിൻ്റെ തനതായ ശൈലി, അതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന രൂപം നമ്മുടെ ജീവിതത്തിലൂടെ പകർത്തിക്കൊണ്ടുവരണോ. ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനം എന്താണെന്നറിയോ? അതേ സാഹോദര്യവും സ്നേഹവും വിട്ടുവീഴ്ചയുമാണ്. ഇസ്ലാം മതം പേര് കേട്ടത് സാഹോദര്യത്തിനാണ്. ഇസ്ലാം മതം പേര് കേട്ടത് മനുഷ്യത്വത്തിനാണ്. അതേ, അങ്ങകലെ പോയി നിൽക്കേണ്ട ചെറുമച്ചക്കൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അവൻ എവിടെയും കയറിച്ചെല്ലാമെന്ന് പറഞ്ഞത് അവന്റെ ജാതി നോക്കിയിട്ടല്ല, വിഭാഗീയത നോക്കിയിട്ടല്ല. അതുകൊണ്ട് സ്നേഹിക്കുന്ന മതമാണ് ഇസ്ലാം മതം, സാഹോദര്യത്തിന്റെ മതമാണ് ഇസ്ലാം മതം, കാരുണ്യത്തിന്റെ മതമാണ് ഇസ്ലാം മതം, വിനയത്തിന്റെ മതമാണ് ഇസ്ലാം മതം. ഈ വിനയവും കാരുണ്യവും മുസ്ലിങ്ങളിൽ നിന്നുണ്ടാവണോ? അതെല്ലാ മതക്കാർക്കും പകർന്നു കൊടുക്കണോ? ജീവികൾക്ക് പകർന്നു കൊടുക്കണോ? ജീവികളോട് കാരുണ്യം കാണിക്കാൻ പഠിപ്പിച്ച നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവന്റെ മഹദുൽ ഫദ്ൽ കൊണ്ട് നമ്മുടെ ഇബാദത്തുകളൊക്കെ സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا ومصطفانا محمد صلى الله عليه وسلم صاحب التاج والمعراج والبراق والألم دافع البلاء. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ മ്യൂസിലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ മ്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.